ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് അമൃതം പൊടി ഉപയോഗിച്ച് ഒരു അടിപൊളി ലഡു ഉണ്ടാക്കിയെടുത്താലോ? അതിന് വേണ്ടിയിട്ട് ഞാനിതേ ഒരു ചെറിയ ഗ്ലാസ് അരി ആദ്യം വറുത്തെടുക്കുന്നുണ്ട്. ഈ അരി വറുത്തതും പൊടിച്ചിട്ടാണ് നമ്മൾ അതും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ലഡു തയ്യാറാക്കുന്നത് കേട്ടോ. കാരണം ഈ അമൃതം പൊടി ഒറ്റയ്ക്ക് ഇടുന്നേക്കാട്ടിലും ഇതും കൂടി ഒരു ഫ്ലേവർ ഉണ്ട് വെച്ചാൽ സൂപ്പർ ടേസ്റ്റ് ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് കുറച്ച് ശർക്കര കൂടി മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അപ്പുറത്തെ അടുപ്പിൽ വെക്കാം. കാരണം അതാവുമ്പോഴേക്കും നമ്മുടെ അരി വറുത്തത് കൂടെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇതേ ഒരു ചുവന്ന കളറായി വരുമ്പോൾ നമുക്ക് ഈ ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ജസ്റ്റ് ഇതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു പാത്രത്തേക്ക് മാറ്റാം. പിന്നെ അതേ പാനിൽ തന്നെ ഞാൻ കുറച്ച് അമൃതം പൊടി അതേ ഗ്ലാസ് അളവിൽ തന്നെയാണ് എടുത്തത് കേട്ടോ. കാരണം രണ്ടും ഒരേ അളവിൽ തന്നെയാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അമൃതം പൊടി കുറച്ച് കൂട്ടിയെടുക്കുക, അരി കുറച്ചെടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക കേട്ടോ. അപ്പോൾ അമൃതം പൊടിയും കൂടി നമ്മൾ ചൂടാക്കിയിട്ട് ജസ്റ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ആ പാനിലോട്ട് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കുക കേട്ടോ. കാരണം ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ, നിങ്ങൾക്ക് കൂടുതൽ എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു ചെറിയ കപ്പ് തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അത് ഓവറായിട്ടാവൊന്നും വേണ്ട. ജസ്റ്റ് നെയ്യിൽ ഒന്ന് ചൂടായാൽ തന്നെ ഇതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. നമ്മൾ ഡയറക്റ്റ് തേങ്ങ ഇടുന്നേക്കാട്ടിലും ഇങ്ങനെ നെയ്യിലൊന്ന് ചൂടാക്കിയിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മൾ അരിയൊക്കെ നമുക്കൊന്ന് ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഒരു ഏലക്കായ ഇട്ടതും കൂടി ഉണ്ട് അതിൽ. അപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അമൃതം പൊടിയും കൂടി അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്യണേക്കാട്ടിലും അതിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്യുമ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് മിക്സായി കിട്ടും. പിന്നെ ഇതാ മുഴുവനായിട്ടും തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് ഒന്ന് മിക്സായി വരുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്ക് കുറേശ്ശെ ശർക്കര പാനി കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്നും കൂടി നമുക്ക് മിക്സ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ മിക്സ് ചെയ്യട്ടെ. അപ്പോൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. കാരണം നമ്മൾ സാധാ ഉണ്ടയൊക്കെ ഉണ്ടാക്കില്ലേ, ഇന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ഒന്നും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അടിപൊളിയാണേ.